സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ആ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ടൂൾ. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ബാക്ക് ടെസ്റ്റിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞത്, സോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യണം, സോ ആ ഒരു കാര്യം നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടൂളിലോട്ട് പോകാം. സോ ബാക്ക് ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കാര്യം പറഞ്ഞത് ബാക്ക് ടെസ്റ്റിംഗ് പ്രൂവ്സ് ഇഫ് എ സ്ട്രാറ്റജി വർക്ക്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഡാറ്റ അല്ലെങ്കിൽ അതായത് പ്രീവിയസ് മന്ത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, സോ അതിന് എത്രത്തോളം വിൻ റേറ്റ് കിട്ടിയിട്ടുണ്ട്, സോ ഈ ഒരു ഇത്ര അക്കൗണ്ട് സൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി മന്ത് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സിമ്പിളായിട്ട് ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഒരു സ്ട്രാറ്റജി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രീവിയസ് ഡാറ്റയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ടോ, അവിടെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. സോ അതാണ് ബാക്ക് ടെസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാര്യം വരുന്നത്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് കോൺഫിഡൻസ് ടു ഫോളോ റൂൾസ്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ മീൻസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രാറ്റജിയാണ്, അതിൻ്റെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഓക്കെ, സോ ഇഫ് ദിസ് ഹാപ്പൻസ് ഡു ദാറ്റ്, ആ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മളിനി ലൈവിൽ കാണാൻ പോണ കാര്യം ഓൾറെഡി നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റത്തിലുള്ള മീൻസ് ആ ഒരു സ്ട്രാറ്റജിയിലുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ടെസ്റ്റിംഗ് നമ്മൾ ഒരുപാട് സഹായിക്കും. ആൻഡ് പിന്നെ പറഞ്ഞത് റെഡ്യൂസസ് ഇമോഷണൽ ട്രേഡിങ്. സോ ഇമോഷണൽ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് വർക്ക് ആകത്തില്ല, കാരണം പ്രീവിയസ് ഡാറ്റയിലാണ് വർക്ക് ചെയ്യണത്, അവിടെ മണി ഇൻവോൾവ് അല്ല, അതുകൊണ്ട് അവിടെ ഇമോഷൻസ് ഉണ്ടാകത്തില്ല. ബട്ട് ലൈവിലോട്ട് വരുമ്പോൾ സ്റ്റിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് തിങ് പറഞ്ഞത് ഷോസ് റിയൽ വിൻ റേറ്റ് ആൻഡ് ഡ്രോട്ടോൺസ്. അതായത് ആ ഒരു സ്ട്രാറ്റജിക്ക് എത്രത്തോളം വിൻ റേറ്റ് ഉണ്ട്. ഓക്കെ, ഒരു 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ട്രേഡ് നമ്മുടെ ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട്, എത്ര ട്രേഡ് നമ്മുടെ അഗെയിൻസ്റ്റ് പോകുന്നുണ്ട്, സോ അതിൻ്റെ ഒരു വിൻ റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ എത്രത്തോളം ഡ്രോ ഡൗണിലോട്ട് ആ ഒരു സ്ട്രാറ്റജി പോയിട്ടുണ്ട്, മാക്സിമം എത്ര ബാക്ക് ടു ബാക്ക് എത്ര ട്രേഡ് എസ് എൽ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഡ്രോ ഡൗൺ എത്രയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് സേവ്സ് റിയൽ മണി ബിഫോർ റിസ്കിങ് ഇറ്റ്. അതായത് ഒരു സ്ട്രാറ്റജി നമ്മൾ ലൈവ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാകണം, ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാണ്. സോ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ലൈവ് ടെസ്റ്റിങ്ങിലോട്ട് പോവാം. ആൻഡ് ഇനി നമുക്ക് ടൂളിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂള് ട്രേഡേഴ്സ് കാസ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു ഫ്രീ ടൂളാണ്. ഓക്കെ, സോ ട്രേഡേഴ്സ് കാസ ഒരു ഫ്രീ ടൂളാണ്. അതിൻ്റെ തന്നെ പെയ്ഡ് വേർഷൻ ഉണ്ട്, പക്ഷേ നമുക്കിവിടെ ഫ്രീ ടൂൾ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സ് കാസയാണ്. സോ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ട്രേഡേഴ്സ് കാസ സെർച്ച് ചെയ്യുക. സോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരും. പിന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സൈനപ്പ് ചെയ്യാം. ഇവിടെ സൈനപ്പ് ഇറ്റ്സ് ഫ്രീ ഉണ്ട്. സോ സൈനപ്പ് കൊടുക്കുക. ആൻഡ് ഞാനൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ട്രേഡേഴ്സ് കാസയുടെ ഡാഷ്ബോർഡ് പറഞ്ഞു. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡാഷ്ബോർഡ്, അനലറ്റിക്സ്, റിപ്പോർട്ട്സ്, ട്രേഡ്സ്, ബാക്ക് ടെസ്റ്റ്, നോട്ട്ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ബാക്ക് ടെസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ബാക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ സെഷൻ കാണാം. ഓക്കെ, ഇത് നേരത്തെ എന്തോ ക്രിയേറ്റ് ചെയ്തതാണ്, ചിലപ്പോൾ അത് ഡെമോ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡെമോ ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ പ്രിൻ്റ് ആവും, കുഴപ്പമില്ല. സോ ഇവിടെ ഒരു ന്യൂ സെഷൻ കൊടുക്കാം. എന്നിട്ട് അതിനകത്തൊരു സെഷൻ നെയിം. ഓക്കെ, ഒരു സ്ട്രാറ്റജിയുടെ നെയിം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോണ സ്ട്രാറ്റജി, സോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ആ ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഗോൾഡ് സ്ട്രാറ്റജിയാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് മോഡലാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സോ എൻ്റെ ചാനലിലോട്ട് പോയാൽ മതി. ബൂട്ട് ക്യാമ്പ് ഡേ 13 ആണ് ആ ഒരു ഗോൾഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് മോഡലാണ്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. സോ ഞാനത് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തൂടെ കൊടുത്തേക്കാം. ഇപ്പോൾ ട്രേഡേഴ്സ് കാസയിലോട്ട് വരാം. അപ്പോൾ ഇതിന് ഞാനൊരു ഗോൾഡ് സ്ട്രാറ്റജി എന്നാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, സോ അക്കൗണ്ട് ബാലൻസ് ഒരു 100K കിടക്കട്ടെ. ഓക്കെ, അതായത് ഒരു $1,00,000. പിന്നെ ഇവിടെ പെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഗോൾഡ് ആണ്. ഇപ്പോൾ ഗോൾഡ് വന്നിട്ട് XAU USD. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ഡേറ്റ് പിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്
ജനുവരി. ഓക്കെ. ജനുവരി 2025 തൊട്ട്. സോ ഈ ഒരു ഇയറിലുള്ള ഡാറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് കൊടുക്കാം. സേവ് കൊടുക്കാം. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കാണാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന 1/1/2025 സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് 00 കാണുന്നത്. ഓക്കെ. സോ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് $1 lakh XAUSD നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഗോൾഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇനി ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ. സോ പ്ലസ് ബട്ടൺ കൊടുക്കുക. പ്ലസ് ബട്ടൺ അല്ല, ഒരു പ്ലേ ബട്ടൺ കൊടുക്കുക. അപ്പോൾ നേരെ നമ്മളിനി ചാർട്ടിലോട്ടായിരിക്കും പോണത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർട്ടിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടൈം സോൺ കാര്യങ്ങളൊക്കെ ഞാൻ UTC +5:30 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ടൈം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ചർ ബേസിൽ ബ്രേക്കർ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ. ഞാൻ ഇവിടെ നമ്മൾ ഇതാണ് ആ ഒരു പ്ലേ ബട്ടൺ. അതായത് പ്ലേ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കറൻ്റ്ലി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 31st January 2024. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ 15 മിനിറ്റ് ക്യാൻഡിലായിട്ട് പ്രിൻറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ. അപ്പോൾ ഞാനിതൊരു 30 മിനിറ്റ്സിലോട്ട് മാറ്റി. ആൻഡ് ഇവിടെ ഞാനൊരു 30 മിനിറ്റ്സ് എടുക്കുവാണെങ്കിൽ ഓരോ ക്യാൻഡിലും 30 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ. ഇവിടെ ഞാൻ ടൈം ഫ്രെയിം 15 മിനിറ്റ് തന്നെ സെറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെയും 15 മിനിറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പുഷ് വന്നു. മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് എങ്ങോട്ട് പോകണേ നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എനിക്ക് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ടൂൾസ് കാര്യങ്ങളൊക്കെ. എനിക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ബുള്ളിഷ് ബ്രേക്കർ വരുമ്പോൾ ഇതാണ് ഇവിടെ വരാം. സോ ആ ഒരു സെല്ലിന് മുന്നേയുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ. അപ്പോൾ ഇതിനകത്തോട്ട് പ്രൈസ് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ അവിടെ നിന്നൊരു ബൈ നോക്കും. ലെറ്റ്സ് സീ, വെയിറ്റ് ചെയ്യാം. ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ക്യാൻഡിൽ കൺഫർമേഷൻ, ഇവിടെ നിന്നൊരു ബുള്ളിഷ് കൺഫർമേഷൻ വേണം. ഇവിടെ നന്നായിട്ട് പ്രൈസ് പുഷ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിലായിട്ട് ഞാനൊരു എൻട്രി നോക്കും, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിലായിട്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് 2 ക്യാൻഡിൽസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം പിപ്പ് സൈസ് ഉണ്ട്. സോ ഒരു 580 പിപ്സ് ഉണ്ട്. അത്രയും പിപ്സ് ഞാൻ നോക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അത് വിടുവാണ്. നെക്സ്റ്റ് ഒരു സെറ്റപ്പ് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 2 ക്യാൻഡിൽസ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. ഫ്രീ ടൂളാണ്. ഓക്കെ. നമ്മളിവിടെ എന്താ പറയുക, പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നല്ലൊരു സെറ്റപ്പ് വരട്ടെ, എന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാം. സോ കൺസോളിഡേഷൻ ആണ്. ഇവിടെ ഇതുവരെ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. സോ ഇവിടെ ചെറിയൊരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കിട്ടി. ആൻഡ് ഇവിടെ ഒരു ബാരിഷ് ബ്രേക്കർ ഫോം ആയിട്ടുണ്ട്. ആൻഡ് ബ്രേക്കറിൽ വന്നതിന് ശേഷം പ്രൈസ് ഒന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിലൂടെ നോക്കാം. സോ ഇടയ്ക്ക് ഇങ്ങനെ ആഡ് വരും. ഓക്കെ. സോ ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ്. ഒരു 10 സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 4, 3, 2, 1 ഗോ. ഓക്കെ. ക്ലോസ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു സ്ട്രാറ്റജി ഫോം ആയിരുന്നു. ഓക്കെ. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ഒരു ബാരിഷ് ബ്രേക്കർ ഫോമായി, ബ്രേക്കറിലോട്ട് വന്നു, കുഴപ്പമില്ലാത്ത രീതിയിലൊരു റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെൽ എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിലായിരിക്കും എൻട്രി എടുക്കുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലായിരിക്കും വെക്കുന്നത്, ഒരു 438 പിപ്സ്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 1:1.5 ആണ്. സോ 1:1.5. ഓക്കെ. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് എന്ത്, ഇവിടെ ഓപ്പൺ പൊസിഷൻ കൊടുക്കുക. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി മീൻസ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന പ്രൈസും ടാർഗറ്റ് വെക്കുന്ന പ്രൈസും നമ്മുടെ മൈൻഡിൽ വേണം. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കറക്റ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓപ്പൺ പൊസിഷൻ കൊടുക്കാം. ഓക്കെ. നമ്മൾ ചെയ്യാൻ പോകണം എന്താണ്, സെല്ലാണ്, മാർക്കറ്റ് ഓർഡർ സെല്ലാണ്. സോ എൻട്രി പ്രൈസ് അവിടെ വരും. പിന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് കണ്ടല്ലോ, 2642.68. അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. 2642.68. ആൻഡ് അതുപോലെ തന്നെ ടാർഗറ്റ് വരുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ,
ടാർഗറ്റ് വരുന്നത് 2631.73. 2631.73. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം എന്ത് കൊടുക്കാം, എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് ചെയ്യണത്? ഇപ്പം ഞാൻ 1% ആണ്, അക്കൗണ്ട് സൈസിന് 1% ആണ് റിസ്ക് ചെയ്യണത്. ഓക്കെ, 1% വരുമ്പോൾ $1000 വേണ്ടാണല്ലോ. ഇത് സംതിങ്, ഓക്കെ 10,000 ആണ് അക്കൗണ്ട് കിടക്കുന്നത്. ഓക്കെ, 100K അല്ല, $10,000 ആണ്. അപ്പോൾ നമുക്ക് 1% തന്നെ കൊടുക്കാം, $100 സേവ് കൊടുക്കാം. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു എൻട്രി അവിടെ ഇനീഷ്യേറ്റ് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്, ബ്രേക്കർ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടാർഗറ്റ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഔട്ട്കം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്തായിരുന്നു, ഇത് SL ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു $100 ലോസ് വന്നു. ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുത്ത ഇവിടെ SL ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് അഗെയിൻ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ അവിടെ ഒരു ബൈ സെറ്റപ്പ് എനിക്ക് അവിടെ ഫോം ആയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് സെൽ സൈഡൊക്കെ എടുത്ത് ഒരു ബുള്ളിഷ് ബ്രേക്കറൊക്കെ ഫോമായി. പ്രൈസ് തിരിച്ച് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എൻട്രി നോക്കും. ഓക്കെ, സോ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കൺഫർമേഷൻ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ലോങ് എൻട്രി നോക്കും. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയലായിട്ട് വെക്കും, ഒരു 647 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഒരു 1:1.5, അതായത് ഒരു 975 പിപ്സ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ഓപ്പൺ പൊസിഷൻ കൊടുക്കുക. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ബൈ ആണ് കൊടുക്കുന്നത്. സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ 2641.93, 2641.93. നമ്മൾ ടാർഗറ്റ് ഇവിടെ 2658.15, 2658.15. എന്നിട്ട് എന്ത് കൊടുക്കുക, 1% റിസ്ക് സേവ് കൊടുക്കുക. അപ്പോൾ എന്തായിട്ടുണ്ട്, ആ ഒരു എൻട്രി അവിടെ ഇനീഷ്യേറ്റ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഔട്ട്കം എന്താ നമുക്ക് നോക്കാം. സോ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റിലോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു $150 പ്രോഫിറ്റ് അവിടെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെടുത്ത സെക്കൻഡ് ട്രേഡ് എന്തായിരുന്നു, സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. സോ ഇന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിനോട്ട് പുഷ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഒന്നൊരു സെറ്റപ്പ് ഫോം ആയിട്ടില്ല. ഓക്കെ, ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സെൽ സൈഡിൻ്റെ സ്വീപ്പൊക്കെ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ബ്രേക്കറും കിട്ടിയിട്ടുണ്ട്, സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു ബുള്ളിഷ് ബ്രേക്കറും ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബ്രേക്കറായി. സോ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു, പക്ഷേ ഇതൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ആയിരുന്നില്ല, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരുന്നു. നോക്കാം, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ ഇവിടെ ആയിട്ട് എൻട്രി നോക്കും. പക്ഷേ ക്യാൻഡിൽ കുറച്ചൊരു താഴോട്ട് വന്നു. ഇവിടെ നോക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബ്രേക്കറിൻ്റെ താഴെ ഒരു 416 പിപ്സ്, 1:1.5, 624 പിപ്സിൻ്റെ ടാർഗറ്റ്. ഇവിടെ നേരെ ഇങ്ങോട്ട് വരാം, ഓപ്പൺ പൊസിഷൻ കൊടുക്കുക, ബൈ ആണ്. സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് 2659.13, 2659.13. സോ ടാർഗറ്റ് എടുക്കുന്നത് 2669.53, 2669.53. സേവ് കൊടുക്കുക. എന്തായിട്ടുണ്ട്, ആ ഒരു എൻട്രി അവിടെ പഞ്ചായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്കം എന്താ നമുക്ക് നോക്കാം. ഇതെന്തായിരുന്നു, ഈ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. നമ്മൾ ബാക്ക് ടു ഒരു 990.9947 ബാലൻസിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എൻട്രി നോക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പുഷ് ചെയ്ത് ആയിട്ട് പോയിട്ടുണ്ട്. ഇതൊരു ബ്രേക്കറാണ്. നമുക്ക് നോക്കാം തിരിച്ചു വരുമോ നോക്കാം. തിരിച്ചു വരുവാണെങ്കിൽ അവിടെ ഒരു എൻട്രി, ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ ആയിട്ടില്ല. കൺഫർമേഷൻ ഓക്കെ,
ഇവിടെ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഷോർട്ട് പൊസിഷൻ പോവാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയിലായിട്ട് 435 പിപ്സ്. ടാർഗറ്റ് എപ്പോഴും 1:1.5. ഒരു 661 പിപ്സിൻ്റെ ടാർഗറ്റും വെക്കാം. ആൻഡ് ഓപ്പൺ പൊസിഷൻ കൊടുക്കാം. സെല്ലാണ്. സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് 2659.52. 2659.52. ആൻഡ് ടേക്ക് പ്രോഫിറ്റ് എടുക്കുന്നത് 2648.56. 2648.56. സേവ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പൊസിഷൻ അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഔട്ട്കം നോക്കാം. ഇതെന്തായിരുന്നു? ടാർഗറ്റ് ആയിരുന്നു. നമ്മൾ ബാക്ക് ടു $10,096 തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ട്രേഡ്സിലോട്ട് മുകളിൽ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഈ ഒരു ട്രേഡേഴ്സ് കാസ് ടൂൾ യൂസ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, നമുക്കിനി എക്സിറ്റ് സെഷൻ കൊടുക്കാം. എക്സിറ്റ് സെഷൻ. ആൻഡ് ഇതിൻ്റെ അനലിറ്റിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇത് നമ്മൾ ആ ഒരു പെയ്ഡ് വേർഷനിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റാസ് കാണാൻ പറ്റുക. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് കാണും. ടോട്ടൽ ട്രേഡ്സ് 251, മിസ്റ്റർ ട്രേഡ്സ് 16. ഇത് കൈൻഡ് ഓഫ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയുടെ ബേസിൽ എന്താ പറയുക, അനാലിറ്റിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൂളാണ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കട്ട് യുവർ ലോസസ്, മേക്ക് മോർ പ്രോഫിറ്റ്, അവൈലബിൾ വിത്ത് ബേസിക്സ് ആണ്. പ്രോഫിറ്റ് ബൈ സെഷൻ, വിൻ റേറ്റ്, ട്രേഡ് ബൈ സെഷൻ, ആവറേജ് പ്രോഫിറ്റ്, RR, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബൈ മന്ത്. ഓക്കെ, നമ്മൾ അതിന് അത്രയ്ക്കൊന്നും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇത് ജസ്റ്റ് അവരുടെ ആ ഒരു ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് സ്ട്രാറ്റജിയാണ്. ഗോൾഡ് സ്ട്രാറ്റജി. ഓക്കെ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഡാറ്റയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഡാറ്റാസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട്സ്. സോ റിപ്പോർട്ട്സിലോട്ട് വന്നു കഴിഞ്ഞാലും അതിൻ്റെ കുറച്ച് ഡാറ്റാസ് ഇവിടെ കാണാം. P&L ബൈ ടൈം, ട്രേഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ടൈം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, അത്ര വലിയ അനാലിറ്റിക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ല. കാരണം ഒരു ബേസിക് ടൂളാണ്. ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്, പെയ്ഡ് വേർഷൻ നമ്മൾ എടുക്കുന്നില്ല. സോ ഫ്രീ വേർഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾ മാനുവലായിട്ട് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ എത്രത്തോളം വിൻ റേറ്റ് ഉണ്ട്, എത്ര ട്രേഡ്സ് നമുക്ക് അറ്റ് ദ എൻഡ് എത്ര ട്രേഡ്സ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുത്തേക്കാം. ബൈ.